الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഇസ്ലാം മതത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാക്കത്തൊള്ളായിരം മതങ്ങളുള്ള ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇതിൽ നിന്നും ഇസ്ലാം മതം തീർത്തും വ്യത്യസ്തമാണ്. അത് ലോക സൃഷ്ടാവായ അള്ളാഹുവിന്റെ മതമാണ് എന്നത് തന്നെയാണ് കാരണം. മനുഷ്യരെയും അണ്ഡകടാഹത്തിലെ അഖിലത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു മനുഷ്യകുലത്തിന്റെ രക്ഷക്കും സുരക്ഷക്കും നൽകിയതാണ് ഇസ്ലാം മതം. ലോകത്ത് എത്ര തന്നെ മതങ്ങൾ ഉണ്ടായാലും ശരി, അള്ളാഹുവിന്റെ അരികിൽ അവ സ്വീകാര്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൗതിക ലോകത്ത് ജീവിക്കാൻ വിട്ട മനുഷ്യർക്ക് ജീവിതന്റെ നേർരേഖ അവന്റെ സൃഷ്ടാവ് തന്നെയാണ്. അവന്റെ ജീവിതത്തിന്റെ നേർരേഖ അവന്റെ സൃഷ്ടാവ് തന്നെയാണ്, പടച്ചോൻ തന്നെയാണ്. കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് ചില പരിഷ്കാരങ്ങൾ വരുത്തി അതിന്റെ സമ്പൂർണതയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കി. ഇനി ഒരു പുതുക്കലിനോ പരിഷ്കാരത്തിനോ ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണമാക്കിയിട്ടുണ്ട്. വിശുദ്ധ മതത്തിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും കേവലം ചടങ്ങുകൾ മാത്രമല്ല. അങ്ങനെ നോക്കിക്കാണുന്ന ചിലരുണ്ട്, കേവലം അതൊരു ചടങ്ങുകൾ മാത്രമാണ്. പക്ഷെ അത് ചടങ്ങുകളല്ല, യുക്തിക്കും വ്യക്തിക്കും തീർത്തും യോജ്യവും ബോധ്യവുമാണവ. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ഇസ്ലാം പറയുമ്പോൾ ഒരു പ്രത്യേക ശാസ്ത്രത്തിനും പറയാൻ സാധ്യമില്ല എന്നത് തന്നെ ഇസ്ലാമിന്റെ അന്തസത്ത ഉയർത്തി കാണിക്കുന്ന ഒന്നാണ്. മനുഷ്യന്റെ ചലന നിശ്ചലനങ്ങളിലെല്ലാം ഈ ഇസ്ലാമിന്റെ ഇടപെടലുകളുണ്ട്. മാത്രമല്ല, മുസ്ലിമായ ഒരാൾ ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ തന്നെ ഒതുങ്ങി ജീവിക്കണമെന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നു. അങ്ങനെയുള്ളവർ മാത്രമേ മുസ്ലിമാവുള്ളൂ. ഇത് പേരിന് മുസ്ലിമും തോന്നിയതുപോലെ നടക്കുക, മുടി മോഡലാക്കി വെട്ടുക, നെരിയാണിക്കടിയിൽ വസ്ത്രങ്ങൾ ധരിക്കുക, കൂട്ടുകാരനെ അല്ലെങ്കിൽ അയൽവാസിയെ ചീത്ത വിളിക്കുക, തെറിവാക്കുകൾ ഉപയോഗിക്കുക, സംസ്കാരമില്ലാതെ നടക്കുക, സംസ്കാരമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുക, ഇതൊക്കെ ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. മുഅ്മിനീങ്ങളെ, മുസ്ലിമാണെന്നാൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കണം. ചീത്ത വിളിക്കാതെ 5 വക്ത് നിസ്കരിച്ച് അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ മുസ്ലിമായ പുരുഷന്മാരും സ്ത്രീകളും നടക്കണം. റോഡിലൂടെ നടന്നു പോകുമ്പോ ഉസ്താദുമാരെ കണ്ട തട്ടം നേരെയാക്കും. പക്ഷേ അതിനേക്കാൾ വലിയ ലോകം തന്നെ പടക്കപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു തആല മുകളിലുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ബോധം ആർക്കില്ല? സ്ത്രീകൾക്കില്ല, മനുഷ്യകുലത്തിന് തന്നെ ഇല്ല. അതൊക്കെ നാം സൂക്ഷിച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. ലോകത്തെ സൃഷ്ടിച്ച നാഥന്റെ മതം ഇസ്ലാം മാത്രമാണെന്നും അത് സ്വീകരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. വിശുദ്ധമായ മതത്തെ അടിയുറച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യമേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം.